ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാം. ആ രാത്രി ഇന്നായേക്കാം. വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയതിന് പിന്നാലെ ഭീഷണിയുമായി ട്രംപ് വീണ്ടും രംഗത്ത് വരികയാണ്. ബുധനാഴ്ച പുലർച്ചെയോടെ, അത് US സമയമാണ്, ബുധനാഴ്ച പുലർച്ചെയോടെ ഇറാനെ പൂർണ്ണമായും തകർക്കും എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് തുറന്ന് സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാൻ നൽകിയ 10 ദിവസ സമയം ഇന്ന് അവസാനിക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ പുതിയ മുന്നറിയിപ്പും പ്രഖ്യാപനവും മറ്റും വരുന്നത്. ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ള അവകാശവാദമാണ് ട്രംപിനുള്ളത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനോ പുതിയ കരാറിൽ ഒപ്പുവെക്കാനോ ഇറാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. നമുക്കറിയാം, ഇതിന് മുന്നോടിയായി ഇറാനിലെ 2 വളരെ പ്രധാനപ്പെട്ട പാലങ്ങൾ അമേരിക്ക ആക്രമിച്ച് തകർത്തിരുന്നു. അതിൻ്റെ വീഡിയോ അടക്കം ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ കൂടി പങ്കുവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇറാൻ്റെ ഇപ്പോഴത്തെ രീതികളിൽ താൻ വളരെ അസ്വസ്ഥനാണെന്ന് പറയുന്നു. എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്നും ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇപ്പോൾ ഒരു ദ്വിമുഖ തന്ത്രമാണ് ട്രംപിൻ്റേത്. കാരണം വേണമെങ്കിൽ ഒരു കരാർ, വേണമെങ്കിൽ ഒരു സമാധാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം, അല്ലെങ്കിൽ ആക്രമിക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതിനാകാം കൂടുതൽ പ്രാധാന്യം ട്രംപ് കൊടുക്കുക. ആക്രമണം അത്ര എളുപ്പമല്ല, ഇറാനെ തകർക്കുക അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല എന്ന് ബോധ്യം വന്ന ഭരണാധികാരി കൂടിയാണ് ട്രംപ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അത് ആദ്യഘട്ടത്തിൽ തന്നെ അത്ര എളുപ്പമാകില്ല എന്ന് US-നും ഇസ്രായേലിനും മനസ്സിലായതാണ്. അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരുമെന്ന് US-ഉം ഇസ്രായേലും പറഞ്ഞു. എന്നാൽ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ അവിടെ മറ്റൊരു പരമോന്നത നേതാവ്, അതും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുജിതബ ഖമനയി അധികാരത്തിൽ കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതും ഇറാൻ ഒരു ഭരണമാറ്റം അഥവാ ഒരു തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാലും എങ്ങനെ അടുത്ത ഭരണചക്രം തിരിക്കണം എന്നതിന് ഇറാൻ പൂർണ്ണമായിട്ടും പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം ഏതൊക്കെ തരത്തിൽ ആക്രമണങ്ങൾ നേരിട്ടാലും എങ്ങനെ അവ പുനർനിർമ്മിച്ച് ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കാം എന്നതിലെല്ലാം ഇറാൻ തങ്ങളുടെ ഒരു കഴിവ് അത് ആദ്യം തന്നെ എടുത്തു കാണിച്ചിരുന്നു. എന്നാൽ ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ 3ാം ഘട്ട നേതാക്കളാണ് നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. ആദ്യത്തെ 2 ഘട്ട നേതാക്കളെയും തങ്ങൾ വധിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാന് മുന്നിൽ US വച്ചിട്ടുള്ള സമയപരിധി അത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 അവസാനിക്കുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ സമയപരിധി അവസാനിച്ചാൽ വെറും 4 മണിക്കൂറിനുള്ളിൽ, അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്കൻ സമയം രാത്രി 12 മണിക്കുള്ളിൽ ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും എന്നതാണ് ട്രംപിൻ്റെ വാക്കുകൾ. അതായത് ഇറാനുള്ളിലെ പാലങ്ങൾ പൂർണ്ണമായും തകർക്കും, അതിനുശേഷം അവരുടെ പവർ പ്ലാന്റുകളെ ലക്ഷ്യം വയ്ക്കും. എന്നാൽ തനിക്ക് ഇതിന് അങ്ങനെ ആഗ്രഹമില്ല. കാര്യം പവർ പ്ലാന്റുകൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാമ്പത്തിക സ്രോതസ്സിൻ്റെ നഷ്ടം കൂടിയാണ്. അതുകൊണ്ട് താൻ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇറാൻ തങ്ങളുമായി ഒരു ധാരണയിൽ എത്തിച്ചേരണം, അതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറാൻ ഈ സമയപരിധിക്കുള്ളിൽ, അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ വരെ സമയമുണ്ട്, അതിനിടയിൽ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ US മുൻപത്തേതുപോലെ എങ്ങനെയാണോ ഇറാനിലുള്ള ഏറ്റവും വലിയ പാലം ആക്രമിച്ച് തകർത്തത് അതിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയേക്കാം. കഴിഞ്ഞ ദിവസം തന്നെ ടെഹ്റാനിൽ നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു. ഏതാണ്ട് 34 പേർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവരുടെ IRGCയുടെ ഇൻ്റലിജൻസ് വിഭാഗം തലവനായിട്ടുള്ള മേജർ ജനറൽ സയ്യിദ് മജീദ് ഖദേമി വരെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരം കടുത്ത ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രംപിൻ്റെ സമയപരിധി അവസാനിച്ചാൽ വീണ്ടും സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നൊരു അവകാശവാദം, അതായത് അവിടെ എങ്ങനെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്നു എന്ന് ട്രംപ് നിലവിൽ അവകാശവാദം ഉന്നയിക്കുന്നു, അതുപോലെ ഒരു അവകാശവാദവുമായി വീണ്ടും രംഗത്ത് വന്ന് അടുത്ത് ചിലപ്പോൾ പല നിർദ്ദേശങ്ങളിലും, അതായത് US നിലവിൽ വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കരാറിൽ എത്തിച്ചേരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം എന്നേ ഉള്ളൂ. ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് നിലവിൽ പ്രവചിക്കാൻ സാധ്യമല്ല. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് ഇന്ന് രാത്രിയിൽ സംഭവിക്കുക എന്നുള്ളത്. അത് ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.